പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫെസോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 22-ാം തിരുവചനം. അവിടുന്ന് എല്ലാ വസ്തുക്കളെയും അവൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കുകയും എല്ലാറ്റിനും മുകളിൽ അവനെ സഭയ്ക്ക് തലവനായി നിയമിക്കുകയും ചെയ്തു. മഹോന്നതനായ ഈശോയെ വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തൻ്റെ വാക്കുകളിലൂടെ ഇപ്രകാരമാണ് വിശേഷിപ്പിച്ചത്: അവിടുന്ന് എല്ലാ വസ്തുക്കളെയും അവൻ്റെ പാദങ്ങൾക്ക് കീഴിലാക്കി. എല്ലാറ്റിനും മുകളിലുള്ള സ്ഥാനം ഈശോയ്ക്ക് പിതാവായ ദൈവം നൽകുകയും ചെയ്തു. എല്ലാറ്റിനും മുകളിലുള്ള സ്ഥാനം എന്നതിൻ്റെ അർത്ഥം തന്നെ എല്ലാ ശക്തികൾക്കും മേലെ ഈശോയ്ക്ക് അധികാരമുണ്ട് എന്നാണ്. ഈ തിരുവചനം ധ്യാനിക്കുമ്പോൾ നമ്മൾ നമ്മുടെ തലയുടെ മേലെ എടുത്തു വച്ചിരിക്കുന്ന 100 കൂട്ടം പ്രശ്നങ്ങളുടെ എല്ലാം സ്ഥാനം ഈശോയുടെ പാദത്തിൻ്റെ കീഴിലാണെന്ന് ഓർക്കാം. നമ്മൾ ഇന്ന് ഏതൊക്കെ പ്രതിസന്ധികളിലാണോ നീറി ജീവിക്കുന്നത്, അവയെല്ലാം സ്വന്തം പാദത്തിന് കീഴിലാക്കുന്ന കർത്താവിൻ്റെ രക്ഷാകരമായ അധികാരത്തെയാണ് ഇന്ന് തിരുവചനത്തിൽ നമ്മൾ കാണുക. കടൽ ഇളകി മറിഞ്ഞത് കണ്ട് ഭയന്ന് നിലവിളിച്ച ശിഷ്യന്മാർ, അവരെ സംബന്ധിച്ച് ആ കടൽക്ഷോഭത്തെ അവർ വലിയൊരു പ്രശ്നമായി സ്വന്തം ശിരസിൻ്റെ മേലെ വെച്ചതുകൊണ്ടാണ് അവർ പറഞ്ഞത്, ഞങ്ങൾ നശിക്കാൻ പോകുന്നുവെന്ന്. എന്നാൽ അവർ തലയ്ക്ക് മീതെ വെച്ച ഇരമ്പുന്ന തിരമാലകൾ ഈശോയുടെ പാദത്തിൻ്റെ കീഴിലായിരുന്നു. ഈശോ നടന്നു വന്നത് തിരമാലകൾക്ക് മീതെയാണെന്ന് ഓർക്കാം. നമ്മുടെ ഉറക്കവും സ്വസ്ഥതയും നഷ്ടപ്പെടും വിധത്തിൽ നമ്മുടെ ശിരസിന് മുകളിൽ കയറ്റി വച്ചിരിക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും നമുക്ക് കർത്താവിൻ്റെ പാദത്തിന് കീഴിലേക്ക് സമർപ്പിക്കാം. ഈശോ ഇന്ന് നമ്മോടും പറയും, വിശ്വസിച്ചാൽ നീ ദൈവമഹത്വം ദർശിക്കും. നിന്റെ ഏത് പ്രതിസന്ധിക്കും പരിഹാരം എൻ്റെ കയ്യിലാണ്. നിന്റെ തലയിലെ ഭാരം എൻ്റെ പാദത്തിൻ്റെ കീഴെ വെച്ചാൽ മാത്രം മതി. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.